ശ്രീ രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ കോൺഗ്രസിൻ്റെ വളരെ പ്രധാനപ്പെട്ട നേതാവാണ്, പ്രതിപക്ഷ നേതാവാണ്. അപ്പോൾ അത്തരമൊരു നേതാവ് രാഷ്ട്രീയ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ പുലർത്തേണ്ട ഒരു കരുതലും നിലവാരവും അദ്ദേഹം പുലർത്തുന്നുണ്ടോ? അദ്ദേഹം പുലർത്തുന്നില്ല, കോൺഗ്രസും പുലർത്തുന്നില്ല എന്ന സൗഹാർദ്ദപൂർണമായ വിമർശനമാണ് ഞാൻ നടത്തുന്നത്. ഇന്ത്യ ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ടൊരു രാഷ്ട്രീയ സംവിധാനം ഇപ്പോൾ ഉണ്ട്. ആ ഇന്ത്യ ബ്ലോക്കിൽപ്പെട്ടവരാണ് CPIM-ഉം കോൺഗ്രസും മറ്റു പലരും ഉണ്ട്. RJD ഉണ്ട്, NCP ഉണ്ട്, പിന്നെ സമാജ്വാദി പാർട്ടിയുണ്ട്. അപ്പോൾ ഈ ഇന്ത്യ ബ്ലോക്ക് ഞങ്ങൾ രൂപവത്കരിച്ചപ്പോൾ അതിലൊരു വിനയവും കൂടാതെ CPIM-ൻ്റെ ഒരു പ്രതിനിധിയായിട്ട് എനിക്ക് പറയാൻ കഴിയും. സഹ സുർജിത്ത് മുതൽ സഹ സീതാറാം യെച്ചൂരി വരെ ഉള്ളവർ പാർട്ടിയുടെ തീരുമാനപ്രകാരം, കാര്യം RSSൻ്റെ ഫാസിസ്റ്റ് ഭീഷണിയെ നേരിടാൻ ചില തർക്കങ്ങളും വിയോജിപ്പുകളും ഗൗരവമുള്ളതും ഗൗരവം കുറഞ്ഞതുമായ വ്യത്യസ്ത സമീപനങ്ങളും ഒക്കെ ഉള്ള പാർട്ടികൾ, കോൺഗ്രസ് മുതൽ പ്രാദേശിക പാർട്ടികൾ വരെ, അവർ യോജിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ ഈ ഫാസിസ്റ്റ് സ്വഭാവമുള്ള RSS നിയന്ത്രിക്കുന്ന BJP-യെ തടുത്തു നിർത്താൻ കഴിയുള്ളൂ, പരാജയപ്പെടുത്താൻ കഴിയുള്ളൂ. അത് ഇന്ത്യൻ രാഷ്ട്രീയത്തെ പൊതുവിൽ നോക്കുന്ന എൻ്റെ സുഹൃത്തിനും മനസ്സിലാവുന്ന കാര്യമാണിത്. ആർക്കെങ്കിലും ഒരാൾക്ക് മസിൽ പിടിച്ചിട്ട് തോപ്പിക്കാൻ പറ്റുന്നൊരു കൂട്ടരല്ല RSS-ഉം BJP-യും. വലിയ ശ്രദ്ധാപൂർവമായ സമരം വേണം അവർക്കെതിരായിട്ട് യോജിപ്പിക്കാവുന്ന എല്ലാ പാർട്ടികളെയും യോജിപ്പിക്കാൻ കഴിയണം. അതിനാണ് CPIM എന്ന് ശ്രമിച്ചു പോന്നിട്ടുള്ളത്. കാരണം അവർ വന്നാൽ ഞങ്ങൾ വരില്ല എന്നുള്ള മട്ടിലാണ് ഈ പല പാർട്ടികൾ നിൽക്കുന്നത്. അതിൽ കോൺഗ്രസ് പങ്കുണ്ട്. ഉദാഹരണത്തിന് ഇവിടെ ഇപ്പോൾ പിണറായി വിജയനെ നരേന്ദ്രമോദി പറയുന്നത് കേൾക്കുന്നയാളാണ് പിണറായി വിജയൻ എന്നുള്ള ശുദ്ധ അസംബന്ധമാണ് ഈ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് പറയുന്നത്. ഡൽഹി ഇന്ത്യ മുഴുവൻ BJP നരേന്ദ്രമോദി ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴും ആം ആദ്മി പാർട്ടി ഇന്ത്യ ബ്ലോക്കിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചിരുന്ന ഒരു പാർട്ടിയാണ് ഡൽഹി ഭരിച്ചുകൊണ്ടിരുന്നത് ഇത്ര കാലവും, അല്ലേ? അപ്പോൾ കോൺഗ്രസ് എന്ത് ചെയ്തു? ഈ ആം ആദ്മി പാർട്ടി ഇന്ത്യ ബ്ലോക്കിൻ്റെ ഭാഗമായി നിൽക്കുമ്പോൾ കേജ്രിവാളും സിസോദിയയും ഡൽഹിയിലെ ആം ആദ്മി പാർട്ടി ഗവൺമെൻറ്റും അഴിമതിക്കാരാണ്, അവരെ അറസ്റ്റ് ചെയ്യണം എന്നാരെ ആവശ്യപ്പെടുന്നത്? ഇന്ത്യ ബ്ലോക്കിൻ്റെ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിയാണ് ആവശ്യപ്പെട്ടത്. അപ്പം BJP-ക്ക് സന്തോഷമായി. കാര്യം BJP-ക്കെതിരായിട്ട് ആം ആദ്മി പാർട്ടിയും കോൺഗ്രസുമൊക്കെ ഡൽഹിയിൽ സഹകരിച്ചാൽ അപകടമാണ്. കോൺഗ്രസ് സഹകരിക്കാതെ തന്നെ BJP-യെ ഡൽഹി തോൽപ്പിച്ചിട്ട് ഡൽഹി ഭരണത്തിൽ തുടർച്ചയായിട്ടിരിക്കുകയാണ് കേജ്രിവാൾ. രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ആവശ്യപ്പെട്ടത്